താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിനെതിരായ ആക്രമണത്തിൽ പ്രതി സനൂപിനെ തള്ളി ഭാര്യ ലംബീസ. ഭർത്താവിന്റെ പ്രവൃത്തിയോട് യോജിക്കാനാകില്ല, നിയമപരമായി മുന്നോട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹമെന്നും സനൂപിന്റെ ഭാര്യ പറഞ്ഞു. അതേസമയം ആക്രമണത്തിൽ പ്രതിഷേധിച്ച് KGMOA നടത്തുന്ന സംസ്ഥാന വ്യാപക പ്രതിഷേധം പൂർണ്ണമാണ്. ചെയ്ത രീതിയോട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയല്ല. നമുക്ക് അങ്ങനെയൊക്കെ സമൂഹത്തിൽ എല്ലാവരും ജീവിക്കേണ്ടവരല്ല. അപ്പോൾ ഡോക്ടർ ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ എന്നാൽ കൂടിയും അദ്ദേഹം പ്രതികരിച്ച രീതി തെറ്റാന്ന് എനിക്ക് തോന്നി. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം എന്നായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. വിവരങ്ങളുമായി ഇപ്പോൾ ചേതൻ സാജൻ ചേരുകയാണ്. ചേതൻ, മകളുടെ മരണത്തിനിടയിലും പക്വമായ വൈകാരിക സ്ഥിരതയോടെ എടുത്തൊരു നിലപാട്, അതാണ് ആ സനൂപിൻ്റെ ഭാര്യ ലംബീസയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മകൾ മരിച്ചതിൽ വിഷമമുണ്ട്, പക്ഷേ ഭർത്താവ് ചെയ്തത്, ഡോക്ടറെ ആക്രമിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. എന്താണ് ലംബീസ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും അല്പസമയം മുമ്പാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതി സനൂപിൻ്റെ ഭാര്യ ലംബീസയുടെ പ്രതികരണം നമ്മളെടുത്തത്. പ്രധാനമായും അവർ പറഞ്ഞത് ഈ കാര്യത്തിൽ തനിക്ക് വിഷമമുണ്ട്, ഭർത്താവിൻ്റെ ചെയ്തികളെ ഒരു കാരണവശാലും താൻ ന്യായീകരിക്കാനില്ല, ഭർത്താവ് നിയമത്തിൻ്റെ വഴി സ്വീകരിക്കണമായിരുന്നു. തൻ്റെ മകൾ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് നാളായി ഭർത്താവ് സനൂപ് വിഷമത്തിലായിരുന്നു, ഡിപ്രഷനിലായിരുന്നു. പാതിരാത്രിക്ക് ഉറക്കമൊഴിച്ച് ഇങ്ങനെ നടക്കുന്ന കാഴ്ചയും ഭാര്യ കണ്ടിട്ടുണ്ട്. ഏതായാലും ഈ ഭർത്താവിൻ്റെ ചെയ്തികളോട് താൻ ഒരു ഘട്ടത്തിലും ഭർത്താവ് ഇങ്ങനെ ഒരു ആക്രമണത്തെ തുനിയുന്നതായി താൻ അറിഞ്ഞിരുന്നെങ്കിൽ തടഞ്ഞേനെ. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭർത്താവായ സനൂപിനെ പൂർണ്ണമായും കൈവിടുകയാണ് ഭാര്യ ലംബീസ. അതുമാത്രമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് താമരശ്ശേരി കോടതിയിലാണ്. അല്പസമയത്തിനകം പ്രതി സനൂപിനെ ഇങ്ങോട്ടേക്ക് കോടതിയുടെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുന്നതായിരിക്കും. വധശ്രമത്തിനടക്കമാണ് താമരശ്ശേരി പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പിന്നെ ശേഷമായിരിക്കും റിമാൻഡ് നടപടികളും തെളിവെടുപ്പ് കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് കടക്കുക. ഈ പരിക്കേറ്റ ഡോക്ടർ വിപിൻ ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിൽ കഴിയുകയാണ്. അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തലയോടിക്കേറ്റ പരിക്കിൽ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. തലച്ചോറിൽ മറ്റു പരിക്കുകളൊന്നുമില്ല, ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒന്നുമില്ല. രക്തസമ്മർദ്ദം അടക്കം ശരീരത്തിന് എല്ലാ വൈറ്റൽസും നോർമലാണ് എന്നാണ് ഡോക്ടർമാരുടെ സംഘം പറയുന്നത്. ഓർമ്മക്കുറവില്ല, എല്ലാവരെയും തിരിച്ചറിയുന്നുണ്ട്, നടന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഡോക്ടർ വിപിൻ ഓർത്തെടുക്കുന്നുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമായ ഒട്ടാകെ സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMO അസോസിയേഷൻ പ്രതിഷേധത്തിലാണ്. ഇതിൻ്റെ ഭാഗമായി താമരശ്ശേരി ആശുപത്രിയിലൊക്കെ സംയുക്ത സ്റ്റാഫ് അസോസിയേഷൻ, അതിൽ KGMO അംഗങ്ങളും അതുപോലെ തന്നെ NGO അസോസിയേഷൻ അംഗങ്ങളും ആശുപത്രിയിലെ സ്റ്റാഫ് അസോസിയേഷനുമൊക്കെ ഉൾപ്പെടുത്തി പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേതൻ സാജനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ച ഭർത്താവ് സനൂപിനെതിരെ ഭാര്യ ലംബീസ ആ ഡോക്ടറോട് ചെയ്ത പ്രവൃത്തി ന്യായീകരിക്കാൻ കഴിയുന്നതല്ല, മകളുടെ മരണത്തിൽ പ്രതികരിച്ചുള്ള വൈകാരിക പ്രകടനമായിരുന്നു അതെന്നും കൂടിയാണ് ലംബീസ പറയുകയും ചെയ്തത്. വിവരങ്ങളാണ് ചേതൻ സാജൻ നൽകിയത്.